ഈ മാസം 25-നാണ് ബേപ്പൂർ ഹാർബറിന് സമീപത്തുള്ള 3 സ്റ്റാർ ലോഡ്ജിൽ മത്സ്യത്തൊഴിലാളിയായ സോളമൻ ജെറോമിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ലോഡ്ജിന്റെ 3-ാം നിലയിൽ കന്യാകുമാരി സ്വദേശി അനീഷ് എന്ന മത്സ്യത്തൊഴിലാളിയുടെ മുറിയിലായിരുന്നു മൃതദേഹം. ശനിയാഴ്ച രാവിലെ 7 മണിയോടെ ലോഡ്ജുടമയുടെ മകൻ മുറി വൃത്തിയാക്കാനെത്തിയപ്പോഴാണ് വാതിലിന് പുറത്ത് രക്തം കണ്ടെത്തിയത്. സംശയം തോന്നിയ ലോഡ്ജുടമ മുറി തുറന്നു പരിശോധിച്ചു. പോലീസിനെ വിവരമറിയിച്ചു. രാവിലെ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യണ പോലെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് രാവിലെ ബ്ലഡ് ഡോറിൻ്റെ അടുത്ത് ബ്ലഡ് കണ്ടു. അപ്പോൾ ബ്ലഡ് എന്താ നോക്കാൻ വേണ്ടി ഡോർ തുറന്നു നോക്കിയതാണ്. അപ്പോഴാണ് ഈ ബോഡി കാണുന്നത്. ബ്ലഡ് ഇവിടെ കട്ട് ചെയ്തിട്ട് ആ നിലയിലാണ് റൂം എടുക്കുക. ഓല് വേറെ ലോഡ്ജിലുള്ള ആളാണ്. അപ്പോൾ നല്ല നൈറ്റായിട്ട് വന്നാന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു അനീഷറിൻ്റെ പേരിലാണ് റൂം എടുത്തത്. ഓലോട് ഒരു 4-5 ആൾക്കാരുണ്ടായിരുന്നു. ഓല് നല്ല വെക്കേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നൈറ്റ്. ഓല് ഇവിടെ കുറച്ചായിട്ട് ഇവിടെ നിൽക്കുന്ന ആൾക്കാരാണ്. ഈ അനീഷറിൻ്റെ പേരിൽ ഇവിടെ കുറച്ചായിട്ട് റൂം എടുക്കലുണ്ട്. അന്ന് സോളമന്റെ ഒപ്പം മുറിയിലുണ്ടായിരുന്ന 4 പേർക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. മറ്റൊരു ലോഡ്ജിൽ താമസിച്ചിരുന്ന സോളമൻ വെള്ളിയാഴ്ച രാത്രിയാണ് അനീഷിന്റെ റൂമിലെത്തിയത്. അനീഷിന്റെ 4 സുഹൃത്തുക്കളും അവിടെ ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാവരും വെള്ളിയാഴ്ച രാത്രി 9:30-യോടെ നാട്ടിലേക്ക് പോയെങ്കിലും ജോസ് മാത്രം റൂമിൽ തന്നെ തങ്ങി. സോളമനൊപ്പം മദ്യപിച്ചു. പിന്നാലെ തർക്കമായി. ഈ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കുറ്റകൃത്യത്തിന് ശേഷം പ്രതി മൊബൈൽ ഫോൺ ഓഫ് ചെയ്തു വെച്ചതും കോഴിക്കോട്, കൊല്ലം റെയിൽവേ സ്റ്റേഷനുകളിലെ CCTV-യിൽ പ്രതിയുടെ ദൃശ്യങ്ങൾ ഇല്ലാതിരുന്നതും പോലീസിനെ തുടക്കത്തിൽ കുഴക്കിയിരുന്നു. കൊല്ലം, കായംകുളം, കന്യാകുമാരി, തിരുവനന്തപുരം, കുരീപ്പുഴ, പുന്നപ്ര എന്നീ സ്ഥലങ്ങളിലൂടെ ജോസ് പോലീസിന്റെ കയ്യിൽപ്പെടാതിരിക്കാൻ മാറി മാറി സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. ഇതിനിടെ കായംകുളത്ത് വെച്ച് ഇയാൾ ഒരു അപരിചിതനിൽ നിന്നും ഫോൺ വാങ്ങി അമ്മയെ വിളിച്ചു. ആ സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. പുന്നപ്രയിലെ ഒരു അകന്ന ബന്ധുവിന്റെ വീട്ടിൽ ഇന്ന് പുലർച്ചെ എത്തിയ പ്രതി വസ്ത്രം മാറി തൂത്തുക്കുടിയിലേക്ക് പോകും വഴിയിലാണ് പോലീസിന്റെ കയ്യിലകപ്പെട്ടത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.